എന്താ വലിയ പരിക്കുണ്ടോ? പരിക്ക് നെഞ്ചിനും കഴുത്തിനും കാലിനും. എന്താ സംഭവിച്ചെന്ന് എന്താ മനസ്സിലായി? എൻ്റെ മേലിൽ നിന്ന് ഇറങ്ങി വരുമെന്നോ. അപ്പോൾ വളവ് തിരിഞ്ഞ സമയത്ത് എന്തോ പൊട്ടുന്ന വെച്ചേട്ടിന്. പിന്നെ അവന് ചവിട്ടിയിട്ട് കിട്ടുന്നില്ല. ഇട്ടര മേലിൽ നിന്ന് താഴേക്ക് മറിഞ്ഞുപോയി. എത്ര കുട്ടികൾ ആ സമയത്ത് വാഹനത്തിലുണ്ടായി? 10-20 ഉള്ളവരെ ഉണ്ടായിട്ടില്ലോ. ഒരുപാട് ദൂരേക്ക് പോയിട്ട് കുട്ടികളെ ഇറക്കാനുണ്ടായിരുന്നു? അത് നെടുവാലൂർ പോകാനുണ്ട്. ബാപ്പ മരിച്ച കുട്ടിയില്ലേ, അങ്ങോട്ടെല്ലാം പോകേണ്ടതൊന്നും. എല്ലാവരും ആടെ ഇറക്കി കുറേ കുട്ടികളെ. അവരെല്ലാം ആശുപത്രിയിലേക്ക് പോയി. എല്ലാവർക്കും ചെറിയ ചെറിയ പരിക്കുണ്ട്. അടിമറിഞ്ഞ് വീണതല്ലേ. ചേച്ചി നിത്യവും ഈ ബസ്സിൽ പോകുന്ന ആളാണോ? എൻ്റെ പേര്? ഒരു കൊല്ലത്തിലെ അവസ്ഥ സുലോചന. അപ്പം ഈ വേഗത ഉണ്ടായിരുന്നു വാഹനത്തിന്? ഇല്ലില്ല, ഇറക്കല്ലേ, മെല്ലെ ഇറങ്ങി വരുമെന്ന്. അങ്ങനെ സ്പീഡിൽ പോക്കൊന്നുമില്ല. കുട്ടികളിലോണ്ട് മെല്ലെ പോലൂ. എന്താ പിന്നീട് സംഭവിച്ചതെന്നുള്ളത് സംബന്ധിച്ച് വ്യക്തതയില്ല. ഇല്ല, ബ്രേക്ക് പോയതാന്നാ തോന്നുന്നു ആ ഒച്ച കേട്ടിട്ട്. ഈ ഡ്രൈവർ കഴിഞ്ഞ 3 മാസമായിട്ട് നിങ്ങളുടെ കൂടെയുള്ള ആളാണ്? ആ, നല്ല ഡ്രൈവറാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അമിത സ്പീഡിലൊന്നും പോവില്ല. കുട്ടികളെ ഇന്നിപ്പം ആ വരുന്ന വഴിക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു? 5-6 പിള്ളേരെ ഇറക്കി, ബാക്കി കുട്ടികളെ ഇറക്കാനുണ്ട് അത്ര. ചേച്ചി ഒരു വർഷമായിട്ട് അവിടെ ഉണ്ട്? 1 വർഷത്തിൽ ജാസ്തി. ഇപ്പം കാലിനാണോ പരിക്കുന്നത്? കാലിന്, നെഞ്ചിനും കഴുത്തിനും. ഇടിച്ചു പോയതിൻ്റെ ആയിരിക്കും അല്ലേ? കമ്പിക്കിട്ട് ജാമായി പോയി.